ഇന്ന് ഡൽഹി മുംബൈയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ മുംബൈ കളി ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഡൽഹി ടീം IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. മുംബൈ ടീം പ്ലേ ഓഫിലെത്തി. പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. അപ്പോൾ IPL പുതിയ പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ഇപ്പോൾ IPL കാര്യം തീരുമാനമായിരിക്കുകയാണ്. അവസാന പ്രതീക്ഷ ഡൽഹി ടീമിനായിരുന്നു. അവരും ഇപ്പോൾ മുംബൈ ടീമിനോട് തോറ്റ് പുറത്തായിരിക്കുകയാണ്. അങ്ങനെ ടോപ്പ് 4 എത്തിയിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് ഉണ്ട്, 18 പോയിന്റാണ് അവർക്കുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് RCB ആണ്, അവർക്ക് 17 പോയിന്റ് ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് പഞ്ചാബാണ്, 17 പോയിന്റ്. നാലാം സ്ഥാനത്ത് മുംബൈ ടീമാണ്, 16 പോയിന്റ്. പ്ലേ ഓഫിന്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ എല്ലാ ടീമുകളും നോക്കുന്നത് ടോപ്പ് 2 എത്താനാണ്. മുംബൈക്കാണെങ്കിൽ അടുത്ത മാച്ച് ജയിച്ചാൽ 18 പോയിന്റ് വരെ നേടാൻ സാധിക്കും. IPL ഏറ്റവും കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉള്ളത് മുംബൈക്കാണ്, +1.1 ആണ് മുംബൈയുടെ നെറ്റ് റൺ റേറ്റ്. പക്ഷേ പഞ്ചാബിന് 2 മാച്ചുണ്ട്, അതുപോലെ RCB ഗുജറാത്ത് ഇവർക്കും 2 മാച്ചുണ്ട്. അതുകൊണ്ട് മുംബൈ ടീമിന് ടോപ്പ് 2 എത്താൻ സാധ്യത കുറവാണ്. ഒരു പക്ഷേ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ എത്താൻ സാധിച്ചേക്കും. പോയിന്റ് ടേബിളിൽ ലാസ്റ്റ് സ്ഥാനത്തുള്ളത് ചെന്നൈ ടീമാണ്, 6 പോയിന്റ്. രാജസ്ഥാനാകട്ടെ 9ാം സ്ഥാനത്താണ്, 8 പോയിന്റ് രാജസ്ഥാനുണ്ട്. ഹൈദരാബാദ് 8ാം സ്ഥാനത്താണ്, 9 പോയിന്റ്. ലക്നൗ ടീം 10 പോയിന്റോടെ 7ാം സ്ഥാനത്തുണ്ട്. കൊൽക്കത്ത ടീം 12 പോയിന്റോടെ 6ാം സ്ഥാനത്തുമുണ്ട്. ഡൽഹി ടീമിനെ ഇന്ന് ജയിച്ചുവെങ്കിൽ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിച്ചേനെ. പക്ഷെ അവർ തോറ്റിരിക്കുകയാണ്. അവർക്ക് 13 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള മാച്ച് ജയിച്ചാലും ഡൽഹി ടീമിന് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അപ്പോൾ പ്ലേ ഓഫിന്റെ ലൈനപ്പ് എത്തിയിരിക്കുകയാണ്. ഗുജറാത്ത്, RCB, പഞ്ചാബ്, മുംബൈ. ടോപ്പ് 4 ഇവരായിരിക്കും. പക്ഷേ സ്ഥാനങ്ങൾ എങ്ങനെയാണെന്നത് അവസാനം മാത്രമേ അറിയാൻ സാധിക്കൂ. എല്ലാ ടീമിനും ഇനി 1-2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇത്തവണ IPL ആരായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.